അയാളും ഞാനും. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്നു തുടങ്ങുന്ന അയാളുടെ കുറിപ്പ് വായിച്ചത് ഇന്നലെയാണ്. നിങ്ങൾക്ക് അയാളെ അറിയില്ലേ? നിലയ്ക്കാത്ത ഹോണ്ടികളുടെ നടുവിൽ ഒരു പച്ച വെളിച്ചത്തിനായി നിങ്ങളുടെ തൊട്ടു പിന്നിൽ അയാളും കാത്തുകിടക്കുന്നുണ്ടായിരുന്നല്ലോ. ഓ, അതയാളല്ല. അയാൾക്ക് വാഹനമില്ല. ശരിയാണ്, നിങ്ങൾക്ക് അയാളെ അറിയില്ല. അയാൾ പക്ഷേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നമുക്കിടയിൽ എന്നും. കാണാതായ ഒരു കളിപ്പാട്ടം തേടുന്ന കുട്ടിയെപ്പോലെ ഇവിടെ മുഴുവൻ അയാളുടെ കരച്ചിലുകൾ അലയടിച്ചു. നമ്മുടെ ചിരിയിൽ അത് ചിലപ്പോൾ മുങ്ങിപ്പോയിരിക്കാം. താമസിക്കാനൊരു വീടിനായി അയാൾ ഈ നഗരം മുഴുവൻ അലഞ്ഞു. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? 5 നേരം നിസ്കരിക്കാറുണ്ടോ? നിങ്ങൾ ഹിന്ദിയാ? പൂണൂലുണ്ടോ? പൂണൂൽ. അറിയോ ബ്രാഹ്മിൺ? സോറി, നിങ്ങൾക്ക് തരാൻ വീടില്ല. ഓൺലി ഫോർ ഫാമിലീസ്. വേണ്ട, എനിക്കൊരു വീട് വേണ്ട. ഒരു മുറി കിട്ടുമല്ലോ മാസവാടകയ്ക്ക്. നഗരത്തിൻ്റെ ഒത്ത നടുവിൽ ഒരു പഴയ ലോഡ്ജിൽ. ജനാലകൾ പുറത്തെ ട്രാഫിക്കിലേക്കും പുറകിലെ മാലിന്യക്കൂമ്പാരത്തിലേക്കും തുറക്കാവുന്ന ഒന്ന്. അത് മതിയെന്ന് വെക്കാം. ഓൺലി ഫോർ ഫാമിലീസ്. വിവാഹ ജീവിതം എന്നത് ഒരു എവർഗ്രീൻ തട്ടിക്കൂട്ട് സിനിമയാണെന്ന് പറഞ്ഞത് ആരായിരുന്നു? ശരിയാണ്, 2 പേര് മാത്രം തകർത്തഭിനയിക്കുന്നു, മറ്റെല്ലാവരും കാഴ്ചക്കാർ. അഭിനയം അറിയാവുന്നവർ പറയുന്നു അയാൾ ഒരു SL നടനാണ്, അല്ലെങ്കിൽ നടിയാണ്. ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ ജീവിക്കാൻ മറന്നുപോകുന്ന താരങ്ങൾ. അവസാനമായ ഒരു സിനിമയ്ക്ക് കയറിയതിനെ പറ്റിയാണ് അയാൾ അപ്പോൾ ഓർക്കാൻ ശ്രമിച്ചത്. ചെറുപ്പം മുഴുവൻ മുത്തശ്ശിക്കഥകളുടെ ലോകത്തിൽ വിഹരിച്ച അയാളുടെ കൗമാരം കാണുന്നത് സിനിമകളായിരുന്നു. കഥയുടെ അവസാനത്തിൽ നായകൻ തൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നു. ജീവിതത്തിലുടനീളം അയാൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ തിരക്കഥയുടെ 4 പേജുകൾക്കപ്പുറം 10 മിനിറ്റിൻ്റെ ഒരു ക്ലൈമാക്സ് രംഗത്തിനൊടുവിൽ അയാൾ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനാവും. എല്ലാം അയാളുടെ കാൽക്കീഴിലാവുന്നു. എന്നിട്ടും കാണികൾ കൈയടിച്ചില്ല. അവർക്ക് ക്ഷമ നശിച്ചു കാണും. വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് കോഴിത്തെരപ്പോടെ ഇറങ്ങിപ്പോന്നു. സുഹൃത്തു പറഞ്ഞു, CD ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാം. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് CDകളുടെ വലിയ അട്ടികൾ മുറിയിൽ രൂപപ്പെടുന്നു. GB കുത്തൊഴുക്കിൽ സിനിമകൾ വിരൽത്തുമ്പിലെത്തിയപ്പോൾ അവയുടെ സ്ഥാനം പഴയ സാധനങ്ങൾക്കൊപ്പം വിരുന്നുകാർ കടന്നില്ലാത്ത മുറിയുടെ മൂലയിലേക്കാവുന്നു. ഒരിക്കൽ അയാളെ ഞാൻ തിരഞ്ഞു നിന്നിരുന്നു. മനുഷ്യനും മൃഗങ്ങൾക്കുമിടയിലൂടെ വാഹനങ്ങൾ നുഴഞ്ഞു പോകുന്ന, അഴുക്ക് തളം കെട്ടിക്കിടക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന തെരുവുകളിലൊന്നിൽ വഴിയറിയാതെ പെട്ടുപോയി. അറിയാവുന്ന ഭാഷകളിൽ വഴി തേടി എങ്ങുമെത്താതെ ആ യാത്ര ഇവിടെ തന്നെ ഓടി. വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ ഞാൻ കാണുന്ന മനുഷ്യർക്കെല്ലാം ഒരു മുഖമാണ്. ലോക്കൽ ട്രെയിനിൻ്റെ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിലിരിക്കുമ്പോഴും ബസ്സിൻ്റെ കമ്പിയിൽ തൂങ്ങി നിൽക്കുമ്പോഴുമെല്ലാം അവർക്ക് വികാരമില്ലാത്ത അതേ മുഖമാണ്. ട്രെയിൻ പുറപ്പെടുമ്പോൾ ഓടിക്കയറുന്ന ചെറുപ്പക്കാരിൽ നേരിയ വിജയത്തിൻ്റെ പുഞ്ചിരി പോലും വിടർന്നു കാണുന്നില്ല. അവർക്കുള്ളിൽ വെറുപ്പോ സങ്കടമോ നിരാശയോ ഒന്നുമല്ല. അത് വാശിയാണ്. ഒരിക്കലും തലകുനിക്കാത്ത വാശി. എല്ലാം കാണുന്ന, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ദൈവമേ, നിനക്ക് ഈ മനുഷ്യരെ തോൽപ്പിക്കാനാവില്ല. അതിന് ശ്രമിച്ചാൽ നീ ഇനിയും പരാജയപ്പെടുകയുള്ളൂ. ഇന്നലെ അത് വായിക്കുന്നതുവരെ ഞാൻ അയാളെ മറന്നിരിക്കുകയായിരുന്നു. കുറിപ്പിലെവിടെയും അയാൾ തൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് പറഞ്ഞു കണ്ടില്ല. മറിച്ച് അത് മുഴുവൻ പോയ കാലത്തിൻ്റെ അവശേഷിപ്പുകളായിരുന്നു. സ്വപ്നങ്ങൾ മരിക്കുമോ? ഇനി ഒരിക്കലും നടക്കില്ല എന്നുറപ്പുള്ളവയെ മരിച്ചതായി കണക്കാക്കാമോ? അയാൾ എഴുതിയൊക്കെയും പൂർണ്ണതയില്ലാത്തവയായിരുന്നു. അത് ഏറ്റവും നന്നായി അറിയാവുന്നതും അയാൾക്കു തന്നെയാണ്. അങ്ങിങ്ങായി തെറിച്ചു വീണ അനുഭവങ്ങളെ പെറുക്കി വയ്ക്കുകയാണ് ഓരോ എഴുത്തുകാരും. ഏറ്റവും നന്നായി എടുക്കുന്നവർ നല്ല എഴുത്തുകാരാവുന്നു. അല്ലാത്തവർ അയാളെപ്പോലെ ആരുമറിയാതെ കാലം കഴിക്കുന്നു. ഒരു വാക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വായനക്കാരെ മുഷിപ്പിക്കാൻ പറ്റും. നിങ്ങൾ തെറ്റായി കാണുന്ന അവർക്കിഷ്ടമുള്ള ഒരു വാക്കിൽ. അവർ പറയും, ഇതെന്തൊരെഴുത്താണ്, വായിൽ തോന്നുന്നു വിളിച്ചു പറയുന്നതാണോ എഴുത്ത്? നിങ്ങൾക്ക് സംസ്കാരമുണ്ടോ? വരൂ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരൂ. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ദുർഭരണത്തെക്കുറിച്ച് എഴുതൂ. ആഫ്രിക്കൻ കാടുകളിൽ ചീറ്റയുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന റിപ്പോർട്ട് നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു പാവം മനുഷ്യനെ ഒരു യുവതി കള്ളക്കേസിൽ കുടുക്കിയത് നിങ്ങൾ അറിഞ്ഞോ? അതെഴുതിയോ? അല്ലെങ്കിൽ നമ്മുടെ തൊട്ടയൽപക്കത്ത് ചൈനയിലും പാകിസ്ഥാനിലും നടക്കുന്ന നരനായാട്ടുകളെക്കുറിച്ചെങ്കിലും 2 വാക്ക് എഴുതൂ പ്ലീസ്. ഓ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ അല്ലേ? AC മുറിയിലിരുന്ന് 5 സ്റ്റാർ ഭക്ഷണവും കഴിച്ച് ഓരോന്ന് എഴുതി പിടിപ്പിച്ചാൽ മതിയല്ലോ. മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. AC ഇല്ല, ഫാനിലാണ് ജീവിതം ഓടുന്നത്. ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ വിശദമായി പിന്നീട് എഴുതാം. ഒരുപാടുണ്ട്. ഒന്നു മാത്രം ഇപ്പോൾ പറയാം. വിശപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് നന്നായിട്ട് അറിയാം. വിലയേറിയ നിർദ്ദേശങ്ങൾക്ക് നന്ദി. അയാൾ പിന്നെ അതിനെക്കുറിച്ച് എഴുതിയോ? വായിച്ചതായി ഓർക്കുന്നില്ല. പിന്നെ ഒരിക്കൽ എഴുതാൻ ഇനി വാക്കുകൾ അവശേഷിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അയാൾ തൻ്റെ തൂലിക
പുറകിലെ മാലിന്യക്കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എഴുത്തുകാരൻ സ്വയം ആവർത്തിക്കപ്പെടുന്നു എന്ന് ആക്ഷേപിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ആവർത്തന വ്യവസ്ഥയെ ആരും കണ്ടതായി ഭാവിക്കുന്നില്ല. ഒടുവിൽ ഒരു മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോൾ ഞാൻ അയാളെ വീണ്ടും ഓർമ്മിക്കുന്നു. യുഗങ്ങളായി എന്നെ പിന്തുടരുകയാണ് അയാൾ. ഞാനിപ്പോൾ സ്വയം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നില്ലേ, അത് മരിച്ചുവോ?